നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ വെച്ച് ഇറാനുമായി നടക്കാനിരിക്കുന്ന ചർച്ചയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തേക്കും എന്ന റിപ്പോർട്ട്. ഇറാനുമായി കരാറിലെത്താനായാൽ നേരിട്ടോ അല്ലെങ്കിൽ വെർച്വലായോ ട്രംപ് ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഇറാനിൽ നിന്ന് ആരും പാകിസ്ഥാനിലേക്ക് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല എന്ന് ഇറാൻ അറിയിച്ചതോടെ സമാധാന ചർച്ചയിൽ അനിശ്ചിതത്വം. ഇന്ന് നടക്കുമെന്ന് കരുതിയിരിക്കുന്ന ചർച്ച നാളത്തേക്ക് നീട്ടുമെന്നാണ് നിലവിലെ വിവരം. ഇതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ മുന്നോട്ടു പോവുകയാണ്. നാളത്തേക്ക് ചർച്ച നടക്കുമെന്ന് കരുതുന്നു. പാക് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യം ഇറാനും കാര്യമായി ആലോചിക്കുന്നതായി ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഇറാൻ വെടിനിർത്തൽ നാളെ അവസാനിക്കാനിരിക്കെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ സമ്പൂർണ്ണമായി തകർത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അവകാശപ്പെട്ടു. എന്നാൽ ഇറാനിൽ നിന്ന് യുറേനിയം വീണ്ടെടുക്കുന്നത് നീണ്ടതും ബുദ്ധിമുട്ടേറിയതുമായ നടപടിയാണെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ ഇന്നായിരുന്നു ചർച്ച നടക്കേണ്ടിയിരുന്നത്. ഇറാൻ പങ്കെടുക്കില്ലെന്ന് ഏറെക്കുറെ വ്യക്തമായതോടെ ചർച്ച അനിശ്ചിതത്വത്തിലാണ്. അതേസമയം ഇന്ന് പാകിസ്ഥാനിൽ എത്തുമെന്ന് കരുതിയിരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസ് ബുധനാഴ്ച മാത്രമേ എത്തൂവെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ഇതോടെ ചർച്ചയ്ക്ക് നാളത്തേക്ക് നീട്ടിവെക്കുമെന്നാണ് സൂചന. ഇറാൻ US രണ്ടാംഘട്ട ചർച്ചകൾ ഇന്ന് നടക്കുമോ എന്ന അനിശ്ചിതത്വത്തിനിടെ വാക്പോരുമായി USഉം ഇറാനും രംഗത്ത് വന്നിട്ടുണ്ട്. വെടിനിർത്തൽ അവസാനിക്കുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബുകൾ വർഷിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഹോർമുസിൽ ഉപരോധം ലംഘിച്ച ഇറാനിയൻ കപ്പൽ US പിടിച്ചെടുത്തതിനെ തുടർന്ന് സമാധാന ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാൻ വിസമ്മതിച്ചതിനു പിന്നാലെയാണ് ഇതുണ്ടായിരിക്കുന്നത്. കരാറിലെത്താനാകാതെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുകയാണെങ്കിൽ ഇറാനുമേൽ അനേകം ബോംബുകൾ പെയ്തിറങ്ങുമെന്നാണ് PBS ന്യൂസിനോട് സംസാരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച രൂക്ഷമായ സൈനിക നീക്കങ്ങൾക്ക് താൽക്കാലിക ശമനം നൽകിയ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസരത്തിൽ ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുന്നത് മേഖലയിൽ വീണ്ടും യുദ്ധാന്തരീക്ഷം രൂപപ്പെടുമോ എന്ന ആശങ്കയ്ക്ക് വകവയ്ക്കുന്നുണ്ട്. ഇതേസമയം ബുധനാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടന്നേക്കുമെന്നാണ് പാക് വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ എത്തിയേക്കും. 10 ദിവസം മുമ്പ് നടന്ന ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ US ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാൻ തയ്യാറാകാത്തതും ഇറാന്റെ ചരക്കു കപ്പൽ പിടിച്ചെടുത്തതും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചിരുന്നു. എന്നാൽ നിലവിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പോസിറ്റീവായ നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നതെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള തങ്ങളുടെ അവകാശം അംഗീകരിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. അമേരിക്കൻ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കുമിടയിൽ യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾ നടത്തുന്നത് ഇറാന്റെ നയമല്ലെന്നും അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊന്നും വഴങ്ങില്ലെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പുതിയ യുദ്ധതന്ത്രങ്ങൾ പുറത്തെടുക്കാൻ ഇറാൻ മടിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. സമാധാന ചർച്ചകൾ നടന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന കരാറിൽ എത്താനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇതിന് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം ആഗോള എണ്ണ വിപണിയെയും ഓഹരി വിപണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന വാർത്തകൾ വന്നതോടെ എണ്ണവിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് ഉപരോധങ്ങൾ നീക്കിയെടുക്കാനാണ് ഇറാന്റെ ശ്രമം. കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച രൂക്ഷമായ സൈനിക നീക്കങ്ങൾക്ക് താൽക്കാലിക ശമനം നൽകിയ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുന്നത് മേഖലയിൽ വീണ്ടും യുദ്ധാന്തരീക്ഷം രൂപപ്പെടുമോ എന്ന ആശങ്കയ്ക്ക് വകവയ്ക്കുന്നു. അതേസമയം ബുധനാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടന്നേക്കുമെന്ന് പാക് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ എത്തിയേക്കും. ഇസ്ലാമാബാദിൽ രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്കായി ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുമ്പോൾ പ്രസിഡന്റിന്റെ ഭവനത്തിനടുത്തുള്ള D ചൗക്കിൽ പാകിസ്ഥാൻ സൈനികർ പട്രോളിംഗ് നടത്തുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കുമിടയിൽ യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് വ്യക്തമാക്കുകയും ചെയ്തു.